ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ എക്സാമും ലീവും വിരുന്നും എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ എണീക്കാനും നല്ല വൈകി കേട്ടോ. കുറേ ദിവസമായില്ലേ നേരത്തെ എണീച്ചിട്ട്. അപ്പോൾ രാവിലെ അലാറം അടിച്ചതിന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എണീച്ചിട്ട് കുളിച്ചിട്ട് നേരെ അടുക്കളയിൽ വന്ന് തീ കത്തിച്ചിട്ട് ചോറിനുള്ള അരിയിട്ടുണ്ട്. പിന്നെ ചുക്കുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് എന്തായാലും അവൾ പോകുമ്പോഴേക്ക് ചോറാവില്ല. അപ്പോൾ മോൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം കടലയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കടല വേഗം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വിളക്കൊക്കെ ഒന്ന് കഴുകി ഇതാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഓണത്തിൻ്റെ മുമ്പൊന്ന് കഴുകിയതാണ് കേട്ടോ. ഞാൻ എല്ലാ വ്യാഴാഴ്ചയാണ് കഴുകാറുള്ളത്. പിന്നെ വെള്ളിയാഴ്ച കഴുകിയിട്ട് പിന്നെ വിളക്കുളത്ത് കണ്ടിട്ട് ചെയ്യാം. പിന്നെ ഇന്ന് എന്തോ കഴുകാൻ തോന്നി. അപ്പോൾ വിളക്കും ഇതൊക്കെ ഒന്ന് കഴുകി ഫോട്ടോയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ വിളക്ക് വെച്ചു കേട്ടോ. വിളക്ക് വയ്ക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും അടുപ്പ് തീ തന്നെ പൂട്ടാറുള്ളത്. പക്ഷേ ഇന്നെല്ലാം അതൊരു സമയം തെറ്റിയിട്ടും നമ്മളാകെ ഒരു ഉൾട്ടയും കൊണ്ടാണ് കേട്ടോ പരിപാടിയൊക്കെ. അപ്പോൾ ഞാനങ്ങനെ വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വിളക്ക് കൊളുത്തി പിന്നെ ചന്ദനവും കുങ്കുമൊക്കെ ഇട്ടു. അപ്പോഴേക്ക് നമ്മുടെ കടല അവിടെ കിടക്കുന്നുണ്ട്. അതിൽ തേങ്ങയും കൂടി അരച്ച് പാരണം. അപ്പോൾ 7 മണിക്കുള്ള ബസ്സിന് മോൾക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾക്ക് ഒരു 2 അപ്പം ഉണ്ടാക്കി കൊടുത്ത് ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ വേഗം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നലെ വരെയല്ലോ നമ്മളിവിടെ അത്തിടുക. അപ്പോൾ ഇന്നിങ്ങനെ തറയൊക്കെ എടുക്കണം. അപ്പോൾ ഞാനതിൽ ഇന്നലെ അമ്മ പൂവിട്ട് വെച്ചതൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് ചാണകമൊക്കെ തളിച്ച് അങ്ങനെ സെറ്റാക്കി. നല്ല വെയിലാണ് കിട്ടുന്നൊക്കെ. 2-3 ദിവസം തിരുവോണത്തിൻ്റെ അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ മഴ തന്നെ പെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ മോന് കൊണ്ടുപോകാനുള്ളതും മോന് കഴിക്കാനുള്ളതൊക്കെ അപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ മോൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് വേഗം കേബേജും കൊണ്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്കായ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി. ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും കറിയും കൂടി ഉണ്ടാക്കണം. പിന്നെ ഓണം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അച്ചാറും പുളിയഞ്ചിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കറിയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുള്ളത് വാഷ് ബേസിക്ക് എടുത്തിട്ട് വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാതും സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇനിയുള്ള പണി അവർക്കുള്ള ഭക്ഷണം ആക്കലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് കണ്ടോ, നമുക്ക് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ. അപ്പോൾ അത് ഓണത്തിന് ഓരോ സാധനങ്ങൾ ഇട്ട് വെച്ചിട്ട് പിന്നെ നേരത്തെ തിരഞ്ഞാൽ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ ചുക്കുവെള്ളമൊക്കെ ചൂടായപ്പോൾ അതൊക്കെ ജഗ്ഗിലൊഴിച്ച് സെറ്റാക്കി വെച്ചു. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി. പിന്നെ ചോറും കൂടി ആയി കഴിഞ്ഞപ്പോൾ മോൾക്കുള്ളതും സെറ്റാക്കിയിട്ടോ. പിന്നെ അവർ 2 ആളും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം TV ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ മുടിയൊന്നും ഉണങ്ങുകയും ചെയ്യില്ല. അതുവരെ ഞാൻ മുടി അഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണത്തിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറാലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ജനലൊക്കെ തുറന്നിട്ടുണ്ടത് 2-3 ദിവസം മൊത്തം അടച്ചിട്ടിട്ട് എന്തോ ഒരു മണം പോലെ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് തുറന്നിട്ടിട്ട് എല്ലായിടും ഒന്ന് അടിച്ചു വരി. പിന്നെ ഒന്നും തുടച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഹാളും 2 റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സോഫയുടെ മുകളിലുള്ള വിരിയൊക്കെ നേരെ ഒന്ന് കുടഞ്ഞ് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് നേരെ വൃത്തിയാക്കി വെച്ചു. ഇനി തുടയ്ക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ രാവിലെ തുടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് തട്ടിയടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ പിന്നെ തുടയ്ക്കാതെ ഇരുന്നതും. അല്ലെങ്കിൽ രാവിലെ തുടയ്ക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ മോളുടെ റൂമിലേക്ക് വന്നിട്ട് അവിടെ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വൃത്തിയാക്കാനൊന്നും ഉണ്ടാവില്ല. അവൾ കറക്റ്റ് സെറ്റാക്കിയിട്ടുണ്ടാവും. രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടാണ് അവൾ പോവുക. അവളുടെ റൂമിൽ നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു തുടയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുക്കളയിൽ നിന്ന് അടിച്ചു വാരി. പിന്നെ ഇവിടെ നമുക്ക് വേസ്റ്റും കൊട്ടയിൽ നിന്ന് കവറ് മാറ്റാനും ഒക്കെ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് ജനലിൽ. അതിൽ നിറയെ ഉറുമ്പ് വന്നിട്ടുണ്ടാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഉറുമ്പൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അവിടെ ജനലിൽ ചെറുതായിട്ട് മാറാലയൊക്കെ ഉണ്ടാകുന്നുണ്ടോ. നല്ല വെയിലടിക്കുമ്പോഴാണ് മാറാല നേരെ കാണുക. അപ്പോൾ അവിടെയൊക്കെ അടിച്ചു പോരി കഴിഞ്ഞിട്ട് പിന്നൊക്കെ ഇമ്മർത്ത വാതിലൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ട്. അതിന് കാരണം ചെറുതായിട്ട് ഈ കറുത്ത പൂപ്പൽ പോലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ വെയിൽ തട്ടുമ്പോൾ അതിങ്ങനെ കറുത്ത് കാണും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മുടെ സോഫയുടെ ഇതുമായി ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഡൈനിങ് ടേബിൾ അവിടെ ആരും ഭക്ഷണം കഴിക്കാറൊന്നുമില്ല കേട്ടോ. എന്നാലും അവിടെയും തുടച്ചു. പിന്നെ വാഷ് ബേസിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ. ഒരു തുണി നനച്ചിട്ടാണ് തുടയ്ക്കുന്നത്. അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. രാവിലെ ഞാൻ ചായ വെച്ച മുതലുള്ള പാത്രങ്ങൾ ഇതിലിങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ചോറ് വെച്ച പാത്രവും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാനും കഞ്ഞിയൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞിട്ട് അവിടെയൊക്കെ സെറ്റാക്കി. പിന്നെ ചെടിയൊക്കെ വൃത്തിയാക്കിയിട്ട്
ഉറുമ്പൊക്കെ കളഞ്ഞ് നേരെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പണി തുടയ്ക്കലാണ് കേട്ടോ. അപ്പോൾ തുടയ്ക്കലും കൂടി കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. എന്താ ഹാളും റൂമുകളൊക്കെ തുടച്ചിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് അടുക്കളയും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ചവിട്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഞാൻ കഴുകാട്ടിട്ട് വേറെ ചവിട്ടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയിടണമെന്ന് വിചാരിച്ചതാണ് ചവിട്ടികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടു. പിന്നെ റൂമിൽ ബെഡ്ഷീറ്റും കൂടി ഒന്ന് മാറ്റിയിട്ടു. ഈ എലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്ര നേരം മാറ്റായിരുന്നത്.